ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട. പക്ഷേ ഞാൻ മുന്നേ അങ്ങനത്തെ വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെന്തായാലും പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റെസിപ്പീസെല്ലാം ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് മാംഗോ സാഗോ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു സാഗോ ഈ ചോരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് സാഗോ ചേർത്ത് കൊടുക്കുക. ഇത് കുക്കായിട്ട് വരാൻ വേണ്ടി കുറച്ച് അധികം ടൈം തന്നെ എടുത്തിന് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടാവും, ചെറിയൊരു ഹാർഡായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ചോരിയെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസെല്ലാം റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എപ്പോഴും പുഡിങ് ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ആണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പം അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് കസ്റ്റാർഡിലൊന്ന് കുക്കായി ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതിൽ പാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിപ്പോൾ മാംഗോ പിന്നെ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം ഒന്നും ചേർക്കാണ്ട് കേട്ടോ, അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മാംഗോ പീസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോരിയില്ലേ, സാഗോ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. തണുത്തിട്ടെല്ലാം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കാം. പിന്നെ പത്തലുണ്ടാക്കാനുള്ള അരിയും കാര്യങ്ങളൊക്കെ നേരത്തെ പൊതിർത്തി വെച്ചിന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പത്തലിൻ്റെ അരിയൊക്കെ കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് പത്തലൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ളത് മാത്രം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടി കൂടി പോകണ്ട. അഥവാ കൂടി ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അരച്ചെടുത്ത മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ പത്തലൊന്ന് ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കലാണ്. പത്തലിപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ട അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പ്ലാസ്റ്റിക്കും കൂടി മേലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കലാണ് കേട്ടോ. പല രീതിയിൽ പത്തൽ ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെയും ചെയ്തെടുക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇല വെച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കലുണ്ട്. അതുപോലെ തന്നെ ഓടിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നവരുണ്ട്. പിന്നെ പ്രസ് യൂസ് ചെയ്തിട്ട് ആക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ പത്തലിടായാലും ഓടും ആ ഒരു സമയത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നാക്കി എടുത്തിട്ട് ഓട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ പത്തൽ ഓരോന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കും. പിന്നെ 2 സൈഡും കുറച്ച് ടൈം എടുക്കും. ഒന്നാകുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പൊങ്ങി വരും കേട്ടോ. അപ്പോഴത്തേക്ക് പത്തൽ റെഡിയാവും. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടുപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇത് പത്തലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെമ്മീൻ കറി തേങ്ങക്കറി 2 രീതിയിൽ വെക്കലുണ്ട്. കടുക് ഇട്ടിട്ട് കാച്ചിട്ട് വെക്കും, അല്ലാണ്ടും വെക്കും കേട്ടോ. ഇന്നിപ്പോൾ കടുക് വെച്ചിട്ട് കാച്ചിയ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും ഒരു വലിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. തക്കാളിയിലൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ഇതിപ്പം ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷമാണ് വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങയോ പുളിയോ എന്തും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മാങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ വീണ്ടും അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കലാണ്. ഇതിപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കറി ഒരുപാട് സമയം തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 2-3 തിള വന്നാൽ തന്നെ കറി ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചിക്കൻ റാപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇതിലേക്ക് ഇപ്പം കുറച്ച് മയോനൈസും കുറച്ച് കെച്ചപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. പിന്നെ ഹോട്ട് സോസും അല്ലെങ്കിൽ സിറാച്ച സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട്. ഒന്നിക്കൽ നമ്മൾ നോർമൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനില്ലേ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കോട്ടിങ് ആയിട്ട് ചിക്കൻ പോപ്കോണല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റാപ്പ് ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച് ഈ ഒരു സോസ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് സെൻട്രലായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചീസും. ഇതിലേക്ക് ഇപ്പോൾ ലെറ്റ്യൂസ് എല്ലാം അവൈലബിൾ ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇവിടെ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ട് ഇനി അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എന്താ പറയുക ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ റാപ്പിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ പാനില്ലേ ഗ്രിൽ പാനൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ബട്ടർ മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ആദ്യം 3 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. മൊത്തത്തിൽ എന്തായാലും ആവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ബട്ടറൊന്നും ആക്കിയതിന് ശേഷം അടച്ച് വെക്കുക. ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ. കുറേ ടൈമൊന്നും വേണ്ട. ഒന്നിക്കൽ ഇത് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യാം. ഞാൻ പിന്നെ ഇതിൽ നിന്ന് ഇളകി പൊട്ടിപ്പോകുന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നേ ഇല്ലൂ കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മാംഗോ സാഗോ ഡ്രിങ്കെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടും എങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഡിന്നർ തന്നെ ഞാനൊന്ന് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തതേ ഇല്ലൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റെല്ലാം വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് കാണുമ്പം കഴിക്കാനും കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.